കുറച്ച് തിരക്കുള്ള എന്നാൽ മടി പിടിച്ചൊരു ദിവസമാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ നല്ല മഴയും കാറ്റും, അത് കാരണം മടി പിടിച്ച് കുറേ നേരം ഞാൻ ഇരുന്നട്ട. ഇന്നാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു കല്യാണത്തിനും പോവാനുണ്ട്. അതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന്റെ പണി കഴിഞ്ഞപ്പോൾ തന്നെ നേരെ ഉച്ചക്കാലത്തെ പണിയിലേക്ക് കടന്നേ. ആദ്യം തന്നെ ചോറിനുള്ള അരി തിളപ്പിച്ച് ഞാൻ തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ട് പിന്നെ ഒരു കുക്കറിൽ പരിപ്പ് കഴുകിയിട്ട് അതിലേക്ക് സവാളയും തക്കാളിയും ഒന്ന് അരിഞ്ഞിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് അതൊന്ന് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. പരിപ്പ് കറിയുടെ ഒപ്പം ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇട്ട് ഒരു മെഴുക്കുവരട്ടിയും ഉണ്ടാക്കാന്നാണ് ആദ്യം കരുതിയത്. അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഞാൻ നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഒരു സവാള കൂടി നൈസായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം ഞാൻ ഇത് മൂന്നും കൂടി ഒരു കടായിലേക്ക് ഇട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഒരല്പം വെള്ളം ചേർത്ത് ഞാനൊന്ന് മൂടി വെച്ച് വേവിക്കാൻ പോവാണ് കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് കല്യാണത്തിന് പോകുമ്പോൾ അവിടെ നിന്ന് കഴിക്കാലോ എന്ന് കരുതിയാണ്ടോ ഞാൻ ആദ്യം ഇരുന്നത്. പിന്നെയാണ് ഏട്ടൻ പറഞ്ഞത് ഏട്ടനും പൊന്നും വരുന്നില്ല എങ്കിൽ പിന്നെ അവർക്കുള്ള ഫുഡ് റെഡിയാക്കി കൊടുത്തിട്ട് പോവാന്ന് കരുതി. ചോറും കറിയും കുറച്ച് കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ രാത്രിയിൽക്കും കൂടി ആവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ചോറ് കൂടുതലിട്ടിരുന്നു. ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി മെഴുക്ക് പറ്റിയെന്ന് വിചാരിച്ചാണ് തുടങ്ങിയതെങ്കിലും അവസാനം അത് ചെന്ന് നിന്നത് ഒരു അവിയൽ പരുവത്തിലായിരുന്നു കേട്ടോ. ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി വേവിക്കാൻ വെച്ചതിന് ശേഷം ഞാൻ വിചാരിച്ചു അതിൽ കുറച്ച് തേങ്ങയും കൂടി ഒന്ന് അരച്ചു ചേർക്കാന്ന്. എങ്കിൽ പിന്നെ ഇനി തൈരായിട്ട് കുറയ്ക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ആ തേങ്ങയിലേക്ക് കുറച്ച് ജീരകവും 2 വെളുത്തുള്ളിയും കുറച്ച് തൈരും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് അധികം വെള്ളം ഒഴിക്കാതെ ആയിരുന്നു കേട്ടോ ഞാൻ ഉരുളക്കിഴങ്ങും ക്യാരറ്റും വേവിച്ചെടുത്തത്. കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് ആ തേങ്ങരപ്പ് കൂടി ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി വേവിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാണ് കേട്ടോ. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ഒന്ന് താളിക്കാനുണ്ട് കേട്ടോ. അതിന് കടുക് പൊട്ടിച്ച അതേ ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി കടുക് പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം മഞ്ഞപ്പൊടി, മുളക് പൊടി ചേർത്തിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാണ്. പരിപ്പ് കുക്കറിൽ നല്ലപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ നല്ലപോലെ അത് തിളപ്പിച്ചെടുത്തത്. കുറച്ച് പപ്പടവും കൂടി ചെറിയ കഷ്ണങ്ങളായി നുറുക്കി വറുത്ത് കോരി കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നത്തെ ഫുഡ് റെഡി ആയി കഴിഞ്ഞാട്ടോ. ഇനി ഏട്ടനും പൊന്നൂനുള്ള ഫുഡ് എടുത്ത് കൊടുത്തതിന് ശേഷം ഞാനും ഉണ്ണിയും കൂടി കല്യാണത്തിന് പോവാണ്. ഒരു 2 മണിയായപ്പോഴാണ് ഞങ്ങൾ കല്യാണത്തിലേക്ക് പോയത്. അവിടെ ചെല്ലുമ്പോഴേക്കും ഫുഡൊക്കെ തീർന്നിട്ടുണ്ടാവും എന്നാണ് കേട്ടോ കരുതിയത്. ഫുഡ് തീർന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിലും ബീഫ് ഞങ്ങൾ കഴിക്കാത്തതുകൊണ്ട് റൈസ്, ക്യാബേജും മോരുകറിയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. എന്തായിരുന്നാലും ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നേ. അപ്പൊ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.